കിച്ചന്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഉണ്ടാക്കാൻ പോകുന്നത് കാന്താരി ചിക്കനാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. നമുക്ക് അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും സവാളയും ചേർത്ത് കൊടുക്കാം. ഒരു അര സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതൊന്ന് നല്ലൊന്ന് വഴന്ന് വരുന്ന കണക്കിന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്കൊരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഒരു തക്കാളി മതി. കുറച്ച് ഇഞ്ചിയും കൂടി പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചി ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. നമ്മളൊന്നും പേസ്റ്റ് ആക്കി ഇടുന്നില്ല, എല്ലാം മുഴുവനായിട്ടാണ് ഇടുന്നത്. കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്കൊരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഈ ചെറിയ സ്പൂണിന് 2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. നമുക്കിനി നമ്മുടെ മെയിൻ ഐറ്റമായ കാന്താരിയും പച്ചമുളകും കൂടെ ചതച്ചതാണ്. കാന്താരി കുറവായതുകൊണ്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. കാന്താരി ചിക്കൻ ആയതുകൊണ്ട് നമ്മൾ ഇതിൽ കാന്താരിയാണ് ചേർത്തിരിക്കുന്നത് കൂടുതൽ. ഇനി ഇതിലേക്കൊരു 2 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി വെച്ച് കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറിയിട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് കഴുകി വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കും. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമുക്കിതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കൊന്നൊന്നുകൂടെ ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. ഇതൊന്ന് വറ്റി വരാനുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം.
നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പറമ്പിലെല്ലാം കിട്ടുന്നതാണ് കാന്താരി മുളക്. വ്യത്യസ്തമായ രുചി നോക്കുന്നവർക്ക് ഇത് നല്ലൊരു അനുഭവമായിരിക്കും. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നും ഒരുപോലെയല്ലേ ചിക്കൻ വയ്ക്കുന്നത്, ഇന്നൊരു വെറൈറ്റി ആയിട്ടൊന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഈ കാന്താരി മുളക് വെച്ച് ഒരു നല്ല ടേസ്റ്റിലുള്ളൊരു ചിക്കൻ കറിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.